ഒരു 5 വർഷം മുമ്പ് വരെ നല്ല രീതിയിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഭവനമാണ്. കുട്ടികൾ മുറ്റത്തെല്ലാം ഓടിച്ചാടി കളിച്ച് നടന്നതും എല്ലാ സ്ഥലമാണ്. എന്നാൽ ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് വെള്ളം മുകളിലോട്ട് ഉയർന്നു വരികയും ഭൂമിയിലേക്ക് വീട് അടിയിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്തതിൻ്റെ ഫലമായി ഇന്ന് ഈ അവസ്ഥയിലായി. ഇതുപോലെ 100 കണക്കിന് ഭവനങ്ങളാണ് ഈ ഗ്രാമത്തിലുള്ളത്. മൺട്രോ തുരുത്ത് ഐലൻഡ് കല്ലട റിവർ എന്നുള്ള സെഡിമെൻറ്റേഷൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു ഐലൻഡാണ്. ഈ സെഡിമെൻറ്റേഷൻ്റെ കൂട്ടത്തിൽ തന്നെ ഓർഗാനിക് മാറ്റേഴ്സും അതിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് മാറ്റേഴ്സ് കാലക്രമേണ ഡീക്കേ ചെയ്തു. ഈ ഡീക്കേ ചെയ്യുമ്പോഴത്തേക്ക് ഇത് കൂടുതൽ സെഡിമെൻറ്റേഷൻ ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തുരുത്ത് തന്നെ ഇല്ലാതാവാനുള്ള വളരെയധികം പോസിബിലിറ്റീസ് ഉണ്ടാകും. ഡാം വന്നതോടുകൂടി ആ സെഡിമെൻറ്റേഷൻസ് മൊത്തം അവിടെ തടഞ്ഞു നിൽക്കുകയും അത് കാരണം കൂടുതൽ സെഡിമെൻറ്റേഷൻസ് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പം ഇവിടെ ഉള്ള ഇത് വേലിയേറ്റവും വേലിയിറക്കത്തിൽ സെഡിമെൻറ്റ്സ് നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തുരുത്ത് അത് കടലിനേക്കാൾ താഴ്ന്ന പ്രദേശമായി മാറുന്നു. ഞാനൊരു കർഷകനാണ്. അതുകൂടാതെ ഇപ്പോൾ മൺട്രോ തുരുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. വളരെ നല്ല ഭൂപ്രകൃതിയാണ് ഇവിടെ. എല്ലാ കരഭാഗത്തെല്ലാം തന്നെ ഒരിക്കലും ആ ഭാഗത്തേക്ക് വെള്ളം കയറി നല്ല രീതിയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു. അത്ര യാതൊരു ജീവിത സന്ധാരണത്തിനായ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. വഴികളിലേക്ക് കടന്ന് ആ വഴികളെല്ലാം ചെളിമയമായി അവന് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. തുടർന്ന് അവൻ്റെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ടോയ്ലറ്റിലേക്ക് വെള്ളം കടന്നു വന്നിട്ട് അവന് വേലിയേറ്റ സമയത്ത് ടോയ്ലറ്റിൽ പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നു. 200ഓളം കുടുംബങ്ങൾ കുടുംബങ്ങൾ തന്നെ മൺട്രോ തുരുത്തിൽ അവരുടെ ഉണ്ടായിരുന്ന എല്ലാം ഉപേക്ഷിച്ച് മറുകരയിലേക്ക് പലായനം ചെയ്തു. അർജുനൻ എന്നാണ് ഇവിടെ തന്നെ താമസം. പിന്നെ എനിക്കുള്ള ജോലി എന്ന് പറയുന്നത് കൃഷിപ്പണിയാണ്. പിന്നെ പുരയിടത്തിലെ കൃഷികളും ഇപ്പം ചെയ്യാൻ ഈ വേലിയേറ്റവും ഇപ്പോഴത്തെ ഈ കടുത്തുപ്പും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പിന്നെ ഈ നെൽകൃഷി പോയതിന് ശേഷം ഞാൻ ഈ ചെമ്മീൻ കൃഷിയിലോട്ട് നീങ്ങിയത്. ചെമ്മീൻ കൃഷി ആദ്യമൊക്കെ എനിക്ക് പ്രയോജനമായിരുന്നു. ഇപ്പോൾ ഒരു 10-15 വർഷം കൊണ്ട് അത് നഷ്ടത്തിലാണ് പോകുന്നത്. കടലിലെ വെള്ളം പോലെ ഇരിക്കുക ഈ വെള്ളം. അത് അതിനകത്ത് ഈ വിത്ത് നമ്മളിവിടെ കൊണ്ടിട്ടാൽ അത് മുരടിച്ച് കിടക്കത്തേ ഉള്ളൂ. വളർച്ച വളരെ മോശമായിരിക്കും. ഏറ്റവും വലിയ പ്രശ്നമാണ് കൃഷിയിലും മത്സ്യസമ്പത്തിലും ഉണ്ടായിരിക്കുന്ന നഷ്ടം. അപ്പോൾ എങ്ങനെ ഈ തെങ്ങ് കൃഷിയെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും? അതേപോലെ ഈ മാർഷി ലാൻഡിൽ വിളയുന്ന മറ്റെന്തെങ്കിലും വിളവുകൾ ബദലായി നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമോ? 220 ബയോ ടോയ്ലറ്റുകൾ നിർമ്മിച്ചുകൊണ്ട് നൂതന സാങ്കേതികവിദ്യകൾ നമുക്ക് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ലഭിക്കുന്ന സൂര്യപ്രകാശവും പ്രകൃതിയിൽ ലഭിക്കുന്ന കാറ്റും വൈദ്യുതി പോലുള്ള എന്തെങ്കിലും നോൺ കൺവെൻഷണൽ എനർജി അത്തരം പ്രൊഡക്ഷൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ ഇവിടെ തന്നെ പുനരുദ്ധരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് വേണ്ടത്.